നമസ്കാരം. ഇവിടെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ കലാരൂപങ്ങൾ അരങ്ങേറണം, എന്തൊക്കെ കലാരൂപങ്ങൾ ഏത് സമയത്ത് അരങ്ങേറണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതിയാണ്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളുടെയും ഭരണം കൈയാളുന്നത് ഇടതുപക്ഷ ചായ്വുള്ള ക്ഷേത്രോപദേശക സമിതിയാണ് എന്ന് പറയപ്പെടുന്നു. അതായത് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയല്ല, പകരം ഇടതുപക്ഷ ആശയങ്ങൾ നടപ്പിലാക്കാനും ഇടതുപക്ഷത്തെ പ്രീണിപ്പിക്കാനുമുള്ള രാഷ്ട്രീയം കാഴ്ചവെക്കാനായുള്ള ചില നടപടികൾ ഇവിടെ നടക്കുന്നു എന്ന് വ്യാപകമായി പരാതിയുണ്ട്. ഭക്തജനങ്ങൾ ശക്തമായി തന്നെ ഈ ഒരു വിഷയത്തെ എതിർക്കുന്നുമുണ്ട്. കൊല്ലം ജില്ലയിലെ കടക്കൽ ക്ഷേത്രത്തിൽ അലോഷി എന്ന ഗായകൻ വിപ്ലവഗാനം പാടിയതും അതിന്റെ പിൻഭാഗത്ത് വീഡിയോ വോളിൽ ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും കൊടികളുമൊക്കെ കാണിച്ചതുമൊക്കെ വലിയ വിവാദമായിരുന്നു. അതിനെ ന്യായീകരിക്കാനും വിപ്ലവ സഖാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും ആ വിഷയം ഇപ്പോഴും ചർച്ചയായി തുടരുകയാണ്. അതിനിടയിലാണ് ഗംഗാ ശശിധരൻ എന്ന ചെറിയ പെൺകുട്ടി, 10 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. ഈ കുട്ടി ക്ഷേത്രത്തിൽ വയലിൻ കച്ചേരി അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 10 മണിയായി എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പോലീസ് എത്തി ആ കുട്ടിയുടെ കലാപ്രകടനത്തെ തടസ്സപ്പെടുത്തിയതും ഒക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഭക്തജനങ്ങളുടെ പിന്തുണ കിട്ടി. ഈ കുട്ടിക്ക് പരിപാടികളുടെ എണ്ണം കൂടി. ഈ കുട്ടിയെ ആദരിക്കാനും അതിന്റെ ആ ഒരു കലാപ്രകടനം ആസ്വദിക്കാനും ഒക്കെ ആളുകൾ കൂടി. സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പിന്തുണയാണ് ഗംഗയ്ക്ക് ലഭിച്ചത്. അതിൽ സഹികെട്ട് ചൊറി പിടിച്ച് ഒരു സഖാവ് സംഘികളാകരുത്, അല്ലെങ്കിൽ സംഘികളുടെ ഇത്തരം നടപടികൾക്ക് വീണു പോകരുത് എന്ന് ഈ കുട്ടിയെ ഉപദേശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ പറയുന്നു ആ പോസ്റ്റിൽ: മോളെ, നീ സംഘികളുടെ വലയേൽ വീഴാത ഒരു കലാകാരിയായി നിന്നാൽ എല്ലാ കലാകാരന്മാരെ അംഗീകരിക്കുന്നത് പോലെ മോളെയും അംഗീകരിക്കും. കിട്ടിയുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഒരുത്തൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇവന്റെ പേര് അനിൽകുമാർ എന്നാണ് കാണുന്നത്. വേറെ വല്ലതുമാണോ ഇവന്റെ പേര്, വ്യാജ ഐഡി ആണോ നമുക്ക് അറിയില്ല. ആദ്യം അനിൽകുമാറിനോട് പറയാനുള്ളത്, നീ ആദ്യം മലയാളം തെറ്റുകൂടാതെ എഴുതാൻ പഠിക്കണം. മലയാള ഭാഷ മാതൃഭാഷയില്ലേ, അത് തെറ്റുകൂടാതെ എഴുതാൻ പഠിക്കണം. സംഗി, കിട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞു. 10 വയസ്സുള്ള കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയാം കുട്ടിയെ ശ്രദ്ധിക്കാനും കുട്ടിയുടെ കലാപ്രകടനവുമായും പഠിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാൻ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയാം. ഇവിടെ സംഘികളുടെ വലയിൽ വീണു ഈ കുട്ടി ഗംഗ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഭക്തജനങ്ങളാണ് ഇത്തരം കലാരൂപങ്ങളെയും കലാപ്രകടനങ്ങളെയും ഒക്കെ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ. മാത്രമല്ല, വയലിൻ വാദനം എന്ന് പറയുന്നത് പ്രാചീനമായ ഒരു കലാരൂപമാണ്. 10 വയസ്സുള്ള ഈ കുട്ടി ഈ വയലിൻ വാദനം അതിഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ കുശുമ്പും അസൂയയും തോന്നും. മാത്രമല്ല, ഇത് BJP RSS പേജുകളിലൊക്കെ തന്നെ ഈ വീഡിയോയും ഈ കുട്ടിയുടെ ഈ സംഗീതത്തെ പോലീസ് തടസ്സപ്പെടുത്തുന്ന വീഡിയോയും ഒക്കെ തന്നെ വന്നിരുന്നു. അപ്പോൾ അവർക്കതൊരു മൈലേജ് കിട്ടും. അതുകൊണ്ട് സംഘികളുടെ വലയിൽ വീണ് പോകരുത് എന്നുള്ളതാണ് അനിൽകുമാർ എന്നവന്റെ ഈ ഒരു ഉപദേശം. എന്തായാലും അനിൽകുമാർ എന്ന സഖാവിന്റെ എന്ന കമ്മിയുടെ ഉപദേശത്തിന് നന്ദി. തന്റെയൊന്നും ഉപദേശം ഇവിടെ ആവശ്യമില്ല. ഒരു കൊച്ചു കലാകാരിയെ വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, പല പൊതുവേദികളിലും ഈ കുട്ടി വയലിൻ കച്ചേരി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടിയെ സംഘികളുടെ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് ആ കുട്ടിയെ പാർശ്വവൽക്കരിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് പറയാതെ വയ്യ. ആദ്യം മലയാളം നന്നായി എഴുതാനും വായിക്കാനും പഠിക്കുക. അതിനുശേഷം സംഘികളുടെ മേലേക്ക് കയറാം. ഈ ഗംഗ എന്ന കലാകാരിയെ, കൊച്ചു കലാകാരിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംഘികളെ അങ്ങ് ഉപദേശിച്ചു കളയാം, അങ്ങ് ഉലർത്തിക്കളയാം എന്നൊക്കെയാണ് ഈ അനിൽകുമാർ എന്ന് പറയുന്ന കള്ളക്കമ്മി വിചാരിച്ചത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കേരളത്തിലെ ജനങ്ങൾ ആ കുട്ടിയെ ഹൃദയം നിറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞു. അതിന് സംഖ്യയെന്നോ കമ്മിയെന്നോ പൊങ്ങിയെന്നോ ഉള്ള ഒരു വേർതിരിവില്ല. ആ കുട്ടി ഒരു കലാകാരിയാണ്. ഭക്തജനങ്ങളാണ് ആ കുട്ടിയെ അംഗീകരിക്കുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കലാപ്രകടനം നടത്തുമ്പോൾ അതിന് ഇത്തരം വിദ്വേഷ പോസ്റ്റുകളും വിഷ പോസ്റ്റുകളുമായി വരുന്ന, അല്ലെങ്കിൽ കമന്റുകളുമായി വരുന്ന കമ്മികളോട് പരമ പുച്ഛം മാത്രം. നിങ്ങളെ ഒക്കെ തന്നെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ നിങ്ങളെയൊക്കെ തള്ളുകയാണ്. ഒന്നുകൂടി പറയുന്നു, മലയാള ഭാഷ നന്നായിട്ട് എഴുതാനും കൈകാര്യം ചെയ്യാനും പറ്റുകയാണെങ്കിൽ ആശാൻ കളരിയിലോ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകമോ എഴുതിയും വായിച്ചും പഠിക്കുക. ഇവന്റെ വീട്ടുകാരുണ്ടെങ്കിൽ അവനെ മലയാളം ഒന്ന് നന്നായിട്ട് പഠിപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം,
2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.